ഹലോ ഗായ്സ്, വെൽക്കം ടു കോപ്പറേറ്റീവ് സ്റ്റഡി ബഡി. ഇന്ന് നമുക്ക് ബാങ്കിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഞാൻ തൊട്ട് എൻ്റെ സ്റ്റഡി നോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്കത് കൊള്ളാമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിന് കമൻ്റായിട്ട് പറയണം കേട്ടോ. ഇന്ന് നമുക്ക് ബാങ്കിങ്ങിനെ കുറിച്ച് കുറച്ച് പഠിക്കാം. നമുക്ക് ബാങ്കിങ്ങിനെ കുറിച്ച് അറിയാം. അതായത് അക്സെപ്റ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാനും അതുവഴി ലോൺ കൊടുക്കാനും ഒക്കെയാണ് ബാങ്കുകൾ ഉപയോഗിക്കുക. പുതിയ ബാങ്കുകളിൽ അവർ ഫോറിൻ എക്സ്ചേഞ്ചുകൾ, അതായത് ഫോറിൻ കറൻസി മാറ്റുന്നതും പിന്നെ അല്ലാതെ തന്നെ ലോക്കർ സംവിധാനം ഇതൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ബാങ്കിങ്ങിൻ്റെ ആദ്യത്തെ കാര്യം പഠിക്കാം. അതായത് ഇന്ത്യയിൽ ആദ്യം ബാങ്കുകൾ പണ്ട് വന്നിട്ടുണ്ട്. അതായത് പണ്ട് മണി ലെൻഡേഴ്സൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം ബാങ്കുകൾ വന്നു. ഇന്ത്യയിൽ ബാങ്ക് വന്നതിൽ ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ആദ്യം വന്ന ബാങ്കുകളിൽ ഒന്ന്. ഏതാണ്? ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് വന്നത് ഏകദേശം 1786 അതേസമയം തന്നെ ഏകദേശം എന്ത് വന്നു? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനും രൂപപ്പെട്ടു. പിന്നെ നമുക്കറിയാമെന്നുള്ളത് ആ സമയത്ത് എന്ത് പറ്റി? പ്രസിഡൻസി ബാങ്കുകൾ നിലവിൽ വന്നു. പ്രസിഡൻസി ബാങ്കുകൾ, അതായത് 3 പ്രസിഡൻസി ബാങ്കുകൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഈ 3 പ്രസിഡൻസി ബാങ്കുകൾ എന്ത് ചെയ്തു? 1921 ഇമ്പീരിയൽ ബാങ്കായിട്ട് ഫോം ചെയ്തു. നമ്മുടെ SBIയുടെ SBI അതിൽ നിന്നാണ് വന്നത്. അപ്പോൾ നമ്മൾ 3 പ്രസിഡൻസി ബാങ്കുകൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ബംഗാളാണ്. അത് 1806 ബാങ്ക് ഓഫ് കൽക്കട്ട ആയിരുന്നു. അതിനുശേഷം എന്താണ്? ബാങ്ക് ഓഫ് ബംഗാളായി മാറിയത് എപ്പോഴാണ്? 1809 ബാങ്ക് ഓഫ് ബംഗാളായിട്ട് മാറി. രണ്ടാമത്തെ പ്രസിഡൻസി ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ബോംബെ ആണ്. മൂന്നാമത്തത് ബാങ്ക് ഓഫ് മദ്രാസ് ആണ്. അപ്പോൾ ഈ 3 പ്രസിഡൻസി ബാങ്കുകൾ എന്ത് ചെയ്തു? ഈ 3 പ്രസിഡൻസി ബാങ്ക് എന്നാണ് പറയുക. 1921 എന്ത് പറ്റി? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറി. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അതായത് ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്, ഈ 3 ബാങ്കുകളും ഇമ്പീരിയൽ ബാങ്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരുമിച്ച് ചേർന്ന് 1921 ഇമ്പീരിയൽ ബാങ്കായിട്ട് മാറി. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ നിലവിലുള്ള ഓൾഡസ്റ്റ് സർവൈവിങ് ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് അലഹബാദ് ആണ്. ഓക്കെ, ഏതാണ്? അലഹബാദ് ബാങ്ക് 1865 ഫോം ചെയ്ത ബാങ്കാണ് ബാങ്ക് ഓഫ് അലഹബാദ്. അത് ഇന്ത്യയിലെ ഓൾഡസ്റ്റ് സർവൈവിങ് ബാങ്കാണ്. അതായത് ജോയിന്റ് സ്റ്റോക്കിലുള്ള ഓൾഡസ്റ്റ് സർവൈവിങ് ബാങ്കാണ്. ഈ ഇൻഫർമേഷനൊക്കെ നമുക്കിങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് ക്ലബ് ചെയ്ത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഞാനൊരു സ്റ്റഡി നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് അനുസരിച്ച് ചെയ്തു തരുന്നതായിരിക്കും. എനിക്ക് ടൈം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സോറി. ഇനി ഓൾഡസ്റ്റ് സർവൈവിങ് ജോയിന്റ് സ്റ്റോക്ക് ബാങ്കാണ് ബാങ്ക് ഓഫ് അലഹബാദ്. ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഇപ്പോഴുള്ള പഞ്ചാബ് നാഷണൽ ബാങ്ക്, അത് പഞ്ചാബ് നാഷണൽ ബാങ്ക് അത് വന്നത് 1895
ലാഹോറിലാണ് 1895, അതായത് അന്ന് ഇന്ത്യ വിഭജനമൊന്നും കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് പഞ്ചാബ് നാഷണൽ ബാങ്ക് 1895 നിലവിൽ വന്നു. ഓക്കെ. ഇനി ഇതേപോലെ തന്നെ കുറേ ബാങ്കുകൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അറിയാവുന്ന ഇപ്പം നിലവിലുള്ള പല ബാങ്കുകളും വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ബാങ്ക് പഠിക്കണം. പ്രാവശ്യം വന്ന പല ക്വസ്റ്റ്യൻസിലും വന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പം ടൈപ്സ് ഓഫ് ബാങ്ക്സ്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ബാങ്കുകൾ, യൂണിറ്റ് ബാങ്കിങ്. അതായത് യൂണിറ്റ് ബാങ്കുകൾ എന്ന് പറയുന്നത് എവിടെ ഡെവലപ്പായി? ഡെവലപ്ഡ് ഇൻ USA. അമേരിക്കയുടെ ഡെവലപ്പായ ഒരു ബാങ്കിങ് സംവിധാനമാണ് യൂണിറ്റ് ബാങ്കിങ്. ഇപ്പോൾ വന്ന പല ക്വസ്റ്റ്യൻസിലും നമുക്ക് മാച്ച് മേക്കിങ്ങിന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് അതൊക്കെ. ഓക്കെ. ഇത് ലോക്കലൈസ്ഡ് ബാങ്കിങ് എന്ന് അറിയപ്പെടുന്നു. യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നു ലോക്കലൈസ്ഡ് ബാങ്കിങ് എന്നറിയപ്പെടുന്നു. അതായത് ഒരു സിംഗിൾ ഓഫീസിലായിരിക്കും ഇത് പ്രവർത്തിക്കുക. എങ്ങനെയാണ്? സിംഗിൾ ഓഫീസായിരിക്കും ഈ ബാങ്കിനുള്ളത്, ഈ ബാങ്കിങ് ടൈപ്പിനുള്ളത്. ഇത് US ഫോം ചെയ്തത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച് ബാങ്കിങ്. ബ്രാഞ്ച് ബാങ്കിങ് ഇത് ഇന്ത്യയിലും അതായത് ഇന്ത്യയിലും ഇംഗ്ലണ്ടിലും ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ഒരു നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ച് കാണും. അതിനെ കൺട്രോൾ ചെയ്യുന്നത് സിംഗിൾ ഹെഡ് ഓഫീസ് ആയിരിക്കും. നമ്മൾ ഇന്ത്യയിലെ പോലെ നമ്മളിപ്പോൾ കണ്ടുവരുന്നില്ലേ, നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് ആയിരിക്കും കൺട്രോൾഡ് ബൈ സിംഗിൾ ഹെഡ് ഓഫീസ്. ഓക്കെ. ഇനി മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ബാങ്കിങ് ആണ്. ഗ്രൂപ്പ് ബാങ്കിങ് അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത ബാങ്ക്, ഫോം ചെയ്ത ബാങ്കുകൾ ഒരു ഹോൾഡിംഗ് കമ്പനി കൺട്രോൾ ചെയ്യും. 2 or more separately incorporated ബാങ്ക്സിന് എന്ത് ചെയ്യും? ഒരു ഹോൾഡിംഗ് കമ്പനി ആയിരിക്കും കൺട്രോൾ ചെയ്യുക. കമ്പനി കൺട്രോൾ ചെയ്യും. അതിനാണ് ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറയുക. ഇനി നാലാമത്തത് ചെയിൻ ബാങ്കിങ്. ചെയിൻ ബാങ്കിങ് അതും രണ്ടോ അതിലധികമോ സെപ്പറേറ്റ് ആയിട്ടുള്ള ബാങ്കിങ് കമ്പനികളെ ഒരു കോമൺ കൺട്രോളിൽ കൊണ്ടുവരും. പക്ഷെ ഒരു ഹോൾഡിംഗ് കമ്പനി ആയിരിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഇതെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ബാങ്കിങ്ങിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് ഫോമാണ്. അതായത് ചെയിൻ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്ഡ് ഫോം ഓഫ് ഗ്രൂപ്പ് ബാങ്കിങ്. ഓക്കെ. ഇനി കറസ്പോണ്ടന്റ് ബാങ്കിങ്. കറസ്പോണ്ടന്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക്സ് അതായത് ഈ ബാങ്കുകൾ, അതായത് ചെറിയ ചെറിയ ബാങ്കുകൾ എന്ത് ചെയ്യും? അവരുടെ ക്യാഷ് റിസർവുകൾ വലിയ ബാങ്കിലേക്ക് അടച്ച് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള വലിയ ബാങ്കുകളെ പറയുന്ന പേരാണ് കറസ്പോണ്ടന്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അതായത് ചെറിയ ചെറിയ ബാങ്കുകൾ ഈ വലിയ ബാങ്കിലേക്ക് അവരുടെ ഡെപ്പോസിറ്റ് അടച്ച് ഡെപ്പോസിറ്റ് ഇട്ട് അങ്ങനെയുള്ള ആ വലിയ ബാങ്കിന് എന്ത് ചെയ്യും? കറസ്പോണ്ടന്റ് ബാങ്കിങ് എന്ന് പറയും.
ഇനി ഇത് വേറെ ടൈപ്പായിട്ട് കൂട്ടണ്ട, ഇത് അഡീഷണൽ ഇൻഫോ ആയിട്ടും പറയാം. നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് അല്ലെ ഇൻഡസ്ട്രിയൽ ബാങ്ക് കേട്ടിട്ടില്ലേ? അതായത് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് അവരെന്ത് ചെയ്യും? ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. ഇനി ബാങ്കിങ് കമ്പനി അല്ലെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്തെന്ന് പഠിക്കാം. ബാങ്കിങ് കമ്പനി അല്ലെങ്കിൽ ഇവിടെ റെഗുലേഷൻ ആക്ട്. അതായത് ഇന്ത്യയിലെ ബാങ്കിങ് കമ്പനീസ് ആക്ട്, അതായത് ബാങ്കിങ് കമ്പനികളെ നിയന്ത്രിക്കാനുള്ള ആക്ട്, കമ്പനീസ് ആക്ട്, അത് ഇന്ത്യയിൽ നിലവിൽ വന്നത് 16/3/1949 ഓക്കെ. ബാങ്കിങ് കമ്പനീസ് ആക്ട് നിലവിൽ വന്നത് 16/3/1969. ഇനി ഈ ബാങ്കിങ് കമ്പനി ആക്ടിനെ റീനെയിം ചെയ്തു. എന്നിട്ട് എന്താക്കി? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആക്കി മാറ്റി. ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിട്ട് മാറ്റി. ഇങ്ങനെ മാറ്റിയത് എന്നാണ് പേര് മാറ്റിയത്? 1966. ഇനി ഈ ബാങ്കിങ് കമ്പനി ആക്ട് ഇങ്ങനെ മാറ്റി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആക്കി മാറ്റി 1966. ഇനി നമുക്ക് നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നാണ് വിധേയമാക്കിയത്? അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എല്ലാം വരുന്നില്ലെങ്കിലും അർബൻ ബാങ്കുകളും കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, അതായത് ഇപ്പോഴത്തെ കേരള ബാങ്കും ഒക്കെ വരുന്നുണ്ട് ഇതിൽ. അത് നമുക്ക് കോർപ്പറേഷൻ ആപ്ലിക്കബിൾ ആയ, അതായത് വന്ന വർഷം എന്ന് പറയുന്നത് 1965 വന്നു. പക്ഷേ ഫോഴ്സ്, അതായത് അത് കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറയുന്നത് 1/3/1966. അതായത് 1965 ഇത് കൊണ്ടുവന്നെങ്കിലും കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറയുന്നത് 1/3/1966. അതായത് BR ആക്ട് applicable to cooperative societies. ഇനി അത് ഏതിലാ പറയുന്നത്? BR ആക്ട് ആപ്ലിക്കബിൾ ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് പാർട്ട് 5 അണ്ടർ സെക്ഷൻ 56 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 1/3/1966 ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് കൊണ്ടുവന്നത് കെയിം ടു ഫോഴ്സ് ആണ്. സോ അത് പാർട്ട് 5 അണ്ടർ സെക്ഷൻ 56 വന്നിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ BR ആക്ടില് സെക്ഷൻ 23 ബാങ്കിങ് കമ്പനികൾ പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് RBIയുടെ പെർമിഷൻ വാങ്ങിക്കേണ്ടി വരും. ഇപ്പൊ സെക്ഷൻ 23 പറയുന്നത് പ്രയർ പെർമിഷൻ ഓഫ് RBI ടു ഓപ്പൺ ന്യൂ ബിസിനസ് പ്ലേസസ് എന്നാ പറയുക.
അല്ലെങ്കിൽ ന്യൂ പ്ലേസ് ഓഫ് ബിസിനസ്. അത് സെക്ഷൻ 23 ആണ് പറയുക. ഇനി സെക്ഷൻ 17 പറയുന്നത് എന്താണ്? BR ആക്ടില് റിസർവ് ഫണ്ടിനെ കുറിച്ചാണ് പറയുക. ഇനി സെക്ഷൻ 18 പറയുന്നത് എന്താണ്? ബാങ്കുകളിലെ ക്യാഷ് റിസർവിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 18. ഇനി സെക്ഷൻ 24 പറയുന്നത് എന്താണ്? SLR നമ്മൾ കേട്ടിട്ടുണ്ടോ? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഞാൻ അതിൻ്റെയൊക്കെ സ്റ്റഡി നോട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതെല്ലാ ടോപ്പിക്കും നമുക്ക് എടുക്കുന്നതായിരിക്കും. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കുകളിലൊന്ന് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനുമാണ്. ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1786 തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 3 പ്രസിഡൻസി ബാങ്കുകൾ നമുക്ക് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, പിന്നെ ബാങ്ക് ഓഫ് മദ്രാസ്. ഈ 3 ബാങ്കുകളും മെർജ് ചെയ്തിട്ടാണ് ഇമ്പീരിയൽ ബാങ്ക് 1921 ഫോം ചെയ്തത്. പിന്നെ നമുക്കറിയാം ബാങ്കുകളുടെ പല ടൈപ്പുകൾ നമ്മൾ പഠിച്ചു. യൂണിറ്റ് ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, കറസ്പോണ്ടന്റ് ബാങ്കിങ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇപ്പോൾ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകൾ, ഇൻഡസ്ട്രിയൽ ബാങ്കുകളാണ് ലോങ് ടേം ലോൺസ് ഇൻഡസ്ട്രീസിന് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഇനി ബാങ്കിങ് കമ്പനീസ് ആക്ട് 16/3/1949 വന്നിട്ടുണ്ട്. പിന്നെ അത് ബാങ്കിങ് കമ്പനീസ് ആക്ട് മാറി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിട്ട് മാറിയത് 1966 പാർട്ട് 5 സെക്ഷൻ 56 BR ആക്ട് പ്രകാരം എന്ത് പറ്റി? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന് ബാധകമാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചു സെക്ഷൻ 23 ബാങ്കിങ് കമ്പനീസ് ആക്ട് പ്രകാരം RBIയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ പുതിയ സ്ഥലങ്ങളിൽ തുടങ്ങാൻ പറ്റുള്ളൂ ബിസിനസ്. പിന്നെ സെക്ഷൻ 17 റിസർവ് ഫണ്ടിനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 18 ക്യാഷ് റിസർവിനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 24 സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയെ പറ്റി പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് മുന്നേ പഠിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്ക് ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് പറയുക. അപ്പോഴേ എനിക്കും അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്തെന്ന് എനിക്കൊന്നും അറിയാൻ പറ്റില്ല. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.